യാത്ര പോക്കാന്ന് പ്രതീക്ഷിക്കാതെ കൂടി നമ്മളെ പറഞ്ഞിരുന്നു വീട്ടിലാന്ന്. ഹലോ സുഹൃത്തുക്കൾ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഞാൻ ഇതെല്ലാം ഇട്ടിട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഞാൻ ഇത് രാവിലെ എടുക്കുന്ന വീഡിയോ ആണ്. നല്ല തണുപ്പും കാറ്റെല്ലാം അടിച്ചിട്ട് എൻ്റെ തൊണ്ടയെല്ലാം ആകെ വരണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഒരാൾക്ക് ഏറ്റവും സങ്കടകരമായ ഒരു സംഭവം നടക്കാൻ പോകുന്നൊരു ദിവസമാണ് ഇന്ന്. അപ്പോൾ ഉള്ളൊരു യാത്ര പോക്കാണ്. പ്രതീക്ഷിക്കാണ്ട് കുറേ ദിവസമായിട്ട് ഇങ്ങനെ അതിനെപ്പറ്റി ചിന്തിക്കാതെ ഇരുന്നതുകൊണ്ട് നല്ല സന്തോഷത്തോടെ നിന്നൊരാളാണ്. അപ്പോൾ ഇന്ന് എന്താ അതിനൊക്കെ ഒരു ഇത് മാറി ഇപ്പോൾ പോയേ പറ്റൂ എന്നുള്ളൊരു അവസ്ഥയിലെത്തിയതുകൊണ്ട് അതിൻ്റേതായ സങ്കടത്തിൽ ആളിപ്പോൾ റെഡിയായിക്കൊണ്ട് നിൽക്കലാണ്. ഇപ്പോൾ അയാളെ നമ്മൾ യാത്രയാക്കുന്നൊരു സംഭവമാണ് ഇന്ന് നടക്കാൻ പോകുന്നത്. എന്താ പറയേണ്ടത്, ഒരു തരത്തിലും പോകാൻ പറ്റൂല എന്നുള്ളൊരു കണ്ടീഷൻ ആയതുകൊണ്ട് മാത്രം പോകുന്നത്. നമ്മളെല്ലാം നമ്മൾ നിർബന്ധിച്ചിട്ടും കൂടിയാണ് കേട്ടോ അയാൾ സ്ഥലത്തേക്ക് പോകുന്നത്. പക്ഷേ സങ്കടത്തോടെയാണ് പോകുന്നതെങ്കിലും നമുക്ക് അയാളെ കാണാം. സങ്കടത്തോടെ അയാൾ പോകുന്നത് നമുക്കൊന്ന് കാണാം. ഇത് ചെയ്യാണ് നമ്മുടെ ഓരോ അവസ്ഥ അങ്ങനെയാണെന്നല്ലോ. കാരണം ഓരോ കാര്യങ്ങളും നമുക്ക് എന്തായാലും മാറ്റി വെക്കാൻ പറ്റൂല. അപ്പോൾ എന്തായാലും പോയേ പറ്റൂ. അപ്പം അങ്ങനെ ഒരു കണ്ടീഷൻ ആയതുകൊണ്ട് മാത്രമാണ് നമ്മൾ പറഞ്ഞു വിടുന്നത്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് സങ്കടമൊന്നുമില്ല? സങ്കടമില്ല, സന്തോഷമുണ്ട്. അങ്ങനെ ഇയാളെ കുറേ ദിവസത്തിന് ശേഷം സ്കൂളിലേക്ക് പറഞ്ഞു വിടുന്ന ചടങ്ങാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. ഇത്രയും നേരം സങ്കടത്തോടെ നിന്ന ആളാണ്. ക്യാമറ ഓണാക്കുന്നുണ്ടെങ്കിൽ ചീയെല്ലാം വന്ന് എന്നാൽ നമുക്ക് പോവാല്ലേ. എത്ര ദിവസമായി മോൻ വീട്ടിൽ ഇരുന്നിട്ട് കളിക്കുന്നത്? എത്ര ദിവസമായി? വല്ല ഓർമ്മയുണ്ടാ? 10 ദിവസം പൂട്ടിയല്ലേ. അൻവിക്ക് സങ്കടമാണെങ്കിലും നമുക്ക് നല്ല സന്തോഷമാണ് അല്ലേ. പഠിക്കട്ടെ കുട്ടികൾ, പഠിക്കണ്ടേ? പഠിക്കണ്ടേ ഇന്നാ അല്ലേ? കളിച്ചാൽ മാത്രം മതിയല്ലേ അൻവി? പക്ഷെ വീട്ടിലിരുന്നിട്ടാണെങ്കിലും ഇവൻ പഠിച്ചില്ലേ? പഠിക്കുന്നതിന് കുറവൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. പിന്നെ ഭയങ്കര പഠിപ്പല്ലേ അൻവി വീട്ടിലിരുന്നിട്ട്? പഠിക്കുകയും ചെയ്യും. ഓന് പിന്നെ ട്യൂഷനും കാര്യങ്ങളെല്ലാം ഇല്ല അല്ലേ? അൻവിക്ക് പറഞ്ഞ പോലെ ട്യൂഷൻ ഉണ്ട്. എന്തെല്ലാം ഉണ്ടേനു? എന്ത് ട്യൂഷനേനോ? ഇന്റർവെല്ലിന്റെ ട്യൂഷൻ ഇരിക്കണം, ക്ലാസ് ഉണ്ട്. ടൂർ പോകുന്നതിന്റെ അന്ന് ബർത്ത്ഡേ വെച്ച ടൂർ പോകാൻ പറ്റുക? അന്ന് ബർത്ത്ഡേ ആയിട്ട് എനിക്ക് ബൈക്കും അതെല്ലാം ഗിഫ്റ്റ് എല്ലാം കിട്ടി. എനിക്ക് അത് പോരല്ല, എനിക്ക് ടൂർ നമ്മളിനി പോവില്ലേ? ഇനിയും പോവില്ല നമ്മള്. അൻവി പക്ഷേ ഇത്രയും ദിവസം ഇവിടെ വെറുതെ ഇരിക്കാനല്ലേനു അല്ലേ? അൻവി ട്യൂഷനെല്ലാം പോകുന്നു, ട്യൂഷന്റെ ക്ലാസ്സിന് ഇരിക്കലുണ്ട്. നടക്കുന്നുണ്ട്. എവിടെയും പോകുന്നില്ല, ഇവിടെ തന്നെ. എവിടെയും പോയിട്ടില്ല. 2 ദിവസം പോയി അല്ലേ? നല്ല അടിപൊളി ഒരു ട്യൂഷൻ ഉണ്ടായിരുന്നു. ഏതേനു? ഇന്റർവെല്ലിന്റെ ട്യൂഷൻ ഉണ്ടായിരുന്നു. അതുകൊണ്ട് വൈകുന്നേരം കളി, ബാക്കി സമയം പഠിത്തം. അതുകൊണ്ട് വെക്കേഷൻ അടിപൊളി ഒരു പഠിച്ചിട്ടാണ് അൻവി പോകുന്നത്. അപ്പൊ പിന്നെ അൻവി ടാറ്റ, സമയം കളയുന്നില്ല നമ്മള്. ഇറങ്ങിക്കോ. അപ്പോൾ നിങ്ങൾ പോയിക്കോ. നിങ്ങളെ ട്യൂഷൻ്റെ പരിപാടി ഞാൻ എന്താണെന്ന് വെച്ചാൽ കാണിച്ചു കൊടുക്കട്ടെ. എനിക്ക് നിങ്ങളൊരു വർക്കിംഗ് പേരൻ്റ് ആണെങ്കിൽ ഈ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് ഫുൾ റിലേറ്റ് ചെയ്യാൻ പറ്റും. രാവിലെ മുതൽ ഓഫീസ് പ്രഷർ, കുക്കിംഗ്, ക്ലീനിങ്, പിന്നെ കുട്ടികളുടെ കാര്യം നോക്കൽ, ഇതൊക്കെ കൊണ്ട് തന്നെ പേരൻസ് തന്നെ മെൻ്റലി ഫിസിക്കലി ടയേർഡ് ആവും. അങ്ങനെയുള്ള സമയത്ത് കുട്ടികൾ വാശി പിടിക്കുകയോ കരയോ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ പേരൻസ് ആദ്യം എന്ത് ചെയ്യും? ഫോൺ എടുത്ത് കുട്ടികളുടെ കയ്യിൽ കൊടുക്കും. ഇതൊരു ബാഡ് പാരൻറ്റിങ് അല്ല, പക്ഷെ ഇപ്പോഴത്തെ ഒരു റിയാലിറ്റി അതാണ്. നമ്മളൊക്കെ കുട്ടികളായിരുന്ന സമയത്ത് പാടത്തൂടെയും പറമ്പത്തൂടെയൊക്കെ ഓടിക്കളിച്ച് അങ്ങനെയൊക്കെ ആയിരുന്നു നമ്മുടെ കുട്ടിക്കാലം. പക്ഷെ ഇന്നത്തെ സിറ്റുവേഷൻ അങ്ങനെയല്ല. ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഫുഡ് കഴിക്കണ്ടെങ്കിൽ ബോറടിക്കുമ്പോൾ അങ്ങനെയുള്ള എല്ലാ സമയത്തും ഇപ്പോൾ ഫോൺ കയ്യിൽ വേണം. അത് ഗ്രാജുവലി കുട്ടികളെ ഫോൺ അഡിക്ഷനിലേക്ക് നയിക്കും. പേരൻസ് അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. കുട്ടികളുടെ ഒരു ബ്രെയിൻ ഡെവലപ്മെൻറ്റിൻ്റെ ടൈം എന്ന് പറയുന്നത് 3 വയസ്സ് മുതൽ 8 വയസ്സ് വരെയുള്ള ടൈമാണ്. ഈ ഒരു ടൈമിലാണ് കുട്ടികളുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, തിങ്കിങ് സ്കില്ലൊക്കെ ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇതുകൊണ്ട് തന്നെ ഇന്നത്തെ കാലത്ത് കുട്ടികൾക്ക് ഒരു ഇൻഡിവിജ്വൽ അറ്റൻഷൻ കൊടുക്കാൻ പേരൻസിന് കഴിയുന്നില്ല. അത് പേരൻസിൻ്റെ ഫോൾട്ടല്ല, ഇങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു ലൈഫ് സ്റ്റൈല്. ഇതിനൊരു പ്രോപ്പർ മെത്തേഡ് വേണം. അതുകൊണ്ട് തന്നെയാണ് ഇന്റർവെല്ലിന്റെ ലിറ്റിൽ ജീനി കോഴ്സിൽ മോനെ ചേർത്തത് കേട്ടാ. ഇതൊരു നോർമൽ ട്യൂഷൻ പോലെയല്ല. ആദ്യം തന്നെ ഒരു അസസ്മെന്റ് ഉണ്ടാവും. ആ അസസ്മെന്റ് വഴിയാണ് കുട്ടികളുടെ ലേണിംഗ്, റൈറ്റിംഗ്, ലിസണിങ്, അണ്ടർസ്റ്റാൻഡിങ് എല്ലാം ഇവാലുവേറ്റ് ചെയ്യുന്നത്. അതിനുശേഷം മാത്രമാണ് കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സസ് കുട്ടികൾക്ക് കൊടുക്കുന്നത്. ടെക്സ്റ്റ് ബുക്ക് മാത്രം വെച്ച് പഠിപ്പിക്കുന്ന ക്ലാസ് അല്ല. ഇവിടെ ആക്ടിവിറ്റി ഓറിയന്റഡ് ലേണിംഗ് ആണ് ഫോക്കസ്. ഗെയിമിംഗ്, ഇന്ററാക്ഷൻ, കമ്മ്യൂണിക്കേഷൻ ആക്ടിവിറ്റി ഒക്കെ യൂസ് ചെയ്ത് പഠിപ്പിക്കുന്നത് കൊണ്ട് കുട്ടികൾക്ക് ലേണിംഗ് എൻജോയബിളായി തോന്നും. കുട്ടി ക്ലാസ്സിൽ ഹാപ്പി ആയിരിക്കുന്നത് കാണുമ്പോൾ നമ്മൾക്ക് എത്ര സന്തോഷമുള്ള കാര്യമാണ്. ഇപ്പോൾ ഫോണ് കുട്ടികൾക്ക് കൊടുക്കാതിരിക്കാൻ പൂർണ്ണമായും പറ്റൂല.
അവരുടെ സ്ക്രീൻ ടൈമിൽ പ്രൊഡക്റ്റീവ് ആക്കാൻ നമ്മൾക്ക് പാരൻറ്റിന് പറ്റണം. പിന്നെ ഈ ലിറ്റിൽ ജീനി കോഴ്സ് കുട്ടികൾക്ക് ലെറ്റേഴ്സ്, സൗണ്ട്, പ്രൊനൗൺസിയേഷൻ, റീഡിങ്, റൈറ്റിംഗ് എന്നിവയൊക്കെ സിസ്റ്റമാറ്റിക്കായി പഠിപ്പിക്കുന്നുണ്ട്. അത് ഒരു 1 ഇയർ കോഴ്സ് മാത്രമല്ല, 2 മന്ത്, 4 മന്ത്, 6 മന്ത് എന്ന ഓപ്ഷൻസും അവൈലബിൾ ആണ്. പ്രീ KG മുതൽ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് വരെയുള്ള കുട്ടികളാണ് ലിറ്റിൽ ജീനി ക്ലാസ്സിൽ മെയിൻലി ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഈ ഏജിൽ തന്നെ ബേസിക് സ്ട്രോങ് ആക്കിയാൽ പിന്നെ വലിയ ക്ലാസ്സിലെത്തുമ്പോൾ ലേണിംഗ് ഈസിയായി പോകും. ലിറ്റിൽ ജീനി ക്ലാസ്സിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ടീച്ചേഴ്സും കുട്ടികളും തമ്മിൽ നല്ല ഫ്രണ്ട്ഷിപ്പോടെയാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ കുട്ടികൾ ക്ലാസ്സിൽ ഹാപ്പി ആയിട്ട് ഇരിക്കുന്നത്. പേഴ്സണലി പറഞ്ഞാൽ ലിറ്റിൽ ജീനി ക്ലാസ്സസ് കൊണ്ട് ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. ഇത് മാത്രമല്ല, ഇൻ്റർവെല്ലിൻ്റെ വേറെ പല കോഴ്സസും ഉണ്ട്. 12th വരെ പഠിക്കുന്ന കുട്ടികൾക്ക് സിലബസ് ഓറിയൻറ്റഡ് ട്യൂഷൻ, ബേസിക് വീക്കായ കുട്ടികൾക്ക് ഫൗണ്ടേഷൻ കോഴ്സസ് ഒക്കെ അവൈലബിൾ ആണ്. കുട്ടികളെ നന്നായിട്ട് ഇവാലുവേറ്റ് ചെയ്ത് അവരുടെ നീഡ്സ് അനുസരിച്ച് കസ്റ്റമൈസ്ഡായി ക്ലാസ്സസ് ഡിസൈൻ ചെയ്യുന്നുണ്ട്. ഇതാണ് ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് കേട്ടോ. കൂടുതൽ ഡീറ്റെയിൽസ് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതേതാ മോനെ ബുക്കല്ല പേപ്പറിലെടുത്തിന്? അടിപൊളി. ആ എന്നാ മോനെ ഈടി ഇരുന്ന് പഠിക്കുക കേട്ടാ. അങ്ങനെ രാവിലെ അൻവീനെ ടാറ്റ പറഞ്ഞ് യാത്രയാക്കി. ഉച്ചയ്ക്ക് ശേഷം ഇവരെല്ലാം കൂടി നമ്മളെ പറഞ്ഞിരുന്നു വിടലാന്ന് അല്ലേ? നമ്മൾ വെക്കേഷൻ തുടങ്ങുന്നു. അപ്പോൾ നമ്മളങ്ങനെ ചെറിയൊരു യാത്ര പോക്കാന്ന്. ബാഗെല്ലാം ഉണ്ട്, രണ്ടാളും പോകുന്നുണ്ട്, ഞാനും ഉണ്ട്, ഓളും ഉണ്ട്. ഓൾ കൊടുത്ത് വന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അങ്ങനെ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. അൻവിക്ക് കുറേ ദിവസം കൂടി ഒരു സ്കൂൾ തുറക്കുന്നത് കണ്ടപ്പോൾ നമുക്ക് അൻവീൻ്റെ പിന്നെ ഇടയ്ക്ക് അൻവിക്ക് കുറേ ദിവസം കൂടി ഒരു സ്കൂളിൽ പോകുമ്പോൾ ഒരു ചെറിയൊരു മടിയൊന്നും ഉണ്ടായില്ല അല്ല, എന്നാലും മടിയൊന്നുമില്ല, എന്നാലും കുഴപ്പമില്ലാണ്ട് പോയിന്. അപ്പോൾ അതൊന്ന് കണ്ടായിരുന്നു എടുത്തു വെക്കാന്ന് വെച്ചിട്ട് അങ്ങനെ എടുത്തിയാന്ന്. ഉച്ചയ്ക്ക് ശേഷം നമ്മളങ്ങനെ കാലം കഴിയുന്നുണ്ട്. അപ്പോൾ ഇവിടുന്ന് നമ്മളും അങ്ങോട്ട് പോക്കാന്ന്. ഞാൻ പോയിട്ട് വേഗം വരും കേട്ടോ. അങ്ങനെ അധിക ദിവസത്തേക്കൊന്നും പോകുന്നതല്ല. അപ്പോൾ ഒന്ന് പോയിട്ട് വരാം അല്ലേ? അങ്ങനെ ഒന്ന് ഒരു ടാറ്റ വെച്ചോട്ടെ. ടാറ്റ. 2 കൈ കൊണ്ടും ടാറ്റ. ഒന്ന് വേഗം പോയിത്താന്ന്. ഓക്കെ.